അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ശിവലിംഗം അഗ്നിരൂപത്തിൽ കുടികൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ തിരുവണ്ണാമല ക്ഷേത്രം. അണ്ണാമലൈ, അരുണഗിരി, അരുണാചലം, ശോണാചലം, ശോണഗിരി എന്നൊക്കെ തിരുവണ്ണാമല അറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ക്ഷേത്രം തന്നെയാണ് തിരുവണ്ണാമല. 7-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാർ നിർമ്മിച്ചു തുടങ്ങിയ ഈ ക്ഷേത്രം പൂർത്തീകരിച്ചത് 9-ാം നൂറ്റാണ്ടിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 66 മീറ്റർ ഉയരവും 11 അടി വീതിയുമുള്ള മഹാഗോപുരമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രം. അത്തരം 4 ഗോപുരങ്ങളും 5 ചെറിയ ഗോപുരങ്ങളും ഉൾപ്പെടെ 25 ഏക്കറിലാണ് ഈ മഹാക്ഷേത്രം വ്യാപിച്ചു കിടക്കുന്നത്. ഏതാണ്ട് 16 ചെറിയ ഗണപതി ക്ഷേത്രങ്ങളും 7 മുരുകക്ഷേത്രങ്ങളും ശ്രീ പാർവതീദേവി ഉണ്ണാമല അമ്മനായി നിലകൊള്ളുന്ന ക്ഷേത്രവും ഉൾപ്പെടെ ഒരുപാട് ചെറിയ ക്ഷേത്രങ്ങളും കൽമണ്ഡപങ്ങളും ഇവിടെയുണ്ട്. അഗ്നിരൂപത്തിൽ പരമേശ്വരൻ കുടികൊള്ളുന്ന മഹാപർവ്വതത്തെ പലതവണ വലം വെച്ച് പ്രാർത്ഥിച്ചതിൽ സംപ്രീതനായ പരമേശ്വര ഭഗവാൻ പാർവതീദേവിയുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ പാർവതീദേവിയുടെ ഭക്തിയിൽ സംപ്രീതനായി പാർവതിയിലേക്ക് ലയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അർദ്ധനാരീശ്വര സങ്കല്പം ഉണ്ടാകുന്നത്. അർദ്ധനാരീശ്വര സങ്കല്പം ഈ ഭൂമിയിൽ ഉണ്ടായത് തിരുവണ്ണാമലയിലാണെന്ന് പറയപ്പെടുന്നു. അന്നൊരു പൗർണമി ദിവസമായിരുന്നു ശ്രീ പാർവതി മഹേശ്വരന് വേണ്ടി ഈ പർവ്വതത്തെ വലം ചുറ്റിയത്. എല്ലാ മാസവും പൂർണ്ണചന്ദ്രൻ ഉണ്ടാകുന്ന ദിവസമാണ് ഗിരിവലം വെക്കുന്നതിന് ഏറ്റവും ഉചിതമെന്നാണ് വിശ്വാസം. ഇപ്പോൾ എല്ലാ ദിവസവും ഗിരിവലം വെക്കാനുള്ള അവസരം ഈ ക്ഷേത്രത്തിൽ നൽകുന്നുണ്ട്. എങ്കിലും നവംബർ ഡിസംബർ മാസത്തിലുള്ള കാർത്തിക ദീപമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. കാർത്തിക ദീപത്തിൽ ഏതാണ്ട് 30 ലക്ഷം ഭക്തന്മാർ പങ്കെടുക്കപ്പെടുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയപ്പെടുന്നത്. ഒരു ഗിരിവലം വെക്കുന്നതിൻ്റെ ചുറ്റളവ് എന്നത് 14 കിലോമീറ്ററാണ്. 3.5 മണിക്കൂർ മുതൽ 5.5 മണിക്കൂർ വരെ എടുത്താണ് ഭക്തന്മാർ ഗിരിവലം പൂർത്തിയാക്കുന്നത്. ഒരു തവണ തിരുവണ്ണാമലയ്ക്ക് ഗിരിവലം വെച്ച് ഈ ക്ഷേത്രത്തിലെ ദർശനം പൂർത്തിയാക്കിയാൽ 21 തലമുറയ്ക്ക് അതിൻ്റെ പുണ്യം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. ശ്രദ്ധയോടും ഭക്തിയോടും കൂടി കൃത്യമായ തിരുവണ്ണാമല ദർശനം പൂർത്തിയാക്കുന്ന ഓരോ ഭക്തനും തൻ്റെ 21 തലമുറയ്ക്ക് ആ പുണ്യം കൈമാറാൻ കഴിയുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. തിരുവണ്ണാമലയ്ക്ക് കാവലായിട്ടുള്ള ഭൂതനാരായണൻ്റെ അനുവാദം വാങ്ങിയതിന് ശേഷം വേണം നിങ്ങൾ ഗിരിവലം തുടങ്ങാൻ തന്നെ. വളരെ പ്രധാനപ്പെട്ട 2 കുളങ്ങളാണ് ഈ 25 ഏക്കറിനുള്ളിലുള്ളത്. ഒരു കുളം ശിവഗംഗാ തീർത്ഥം എന്നറിയപ്പെടുന്നു, മറ്റൊന്ന് ബ്രഹ്മതീർത്ഥ കുളമെന്നും. ക്ഷേത്രഗോപുരത്തിലൂടെ അകത്തേക്ക് കയറി ശ്രീകോവിലേക്ക് കയറും മുമ്പ് ഇടതുവശത്തുള്ള ബ്രഹ്മതീർത്ഥക്കുളത്തിന് മുന്നിലുള്ള ബ്രഹ്മലിംഗ സ്ഥാനത്ത് നിന്നാണ് ഗിരിവലം തുടങ്ങേണ്ടത്. അവിടെ തന്നെ പൂർത്തിയാക്കുകയും വേണം. അതിനുശേഷം വേണം അരുണാചല ഭഗവാനെ ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുത് പ്രാർത്ഥന നടത്തുവാൻ. ശേഷം ഗിരിവലം പാതയിലെ പ്രധാനപ്പെട്ട അഷ്ടലിംഗങ്ങൾ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കണം. ഓരോ ലിംഗവും സ്ഥാപിച്ച ഭഗവാന്മാരുടെ നാമത്തിലാണ് ഈ ഓരോ ലിംഗസ്ഥാനങ്ങളും അറിയപ്പെടുന്നത്. ഓരോ ലിംഗത്തിനും നവഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹമാണ് അധിപതി. ഓരോ ലിംഗസ്ഥാനത്തു നിന്നും നടത്തുന്ന പ്രാർത്ഥനയിൽ ഓരോ ഫലമാണ് ഭക്തർക്ക് ലഭിക്കുക. ഇന്ദ്രലിംഗം, അഗ്നിലിംഗം, യമലിംഗം, നിരുതിലിംഗം, വരുണലിംഗം, വായുലിംഗം, കുബേരലിംഗം, ഈശാനീയലിംഗം എന്നിവയാണ് ആ അഷ്ടലിംഗസ്ഥാനങ്ങൾ. ഓരോ ലിംഗസ്ഥാനത്തു നിന്നും അരുണാചലഗിരി നോക്കി പ്രാർത്ഥന നടത്തുകയും വേണം. കൂടാതെ ഗിരിവലപാതയിൽ പൃഥ്വിനന്ദി, അപ്പുനന്ദി, തെയ്യുനന്ദി, അധികാരനന്ദി ഉൾപ്പെടെ 5 പ്രധാനപ്പെട്ട നന്ദി രൂപങ്ങളുണ്ട്. അവയോടും പ്രാർത്ഥന നടത്തി അവരുടെ കൊമ്പുകൾക്കിടയിലൂടെ അരുണാചലഗിരി ദർശനം നടത്തി പ്രാർത്ഥിക്കണം. ഓരോ ഇടത്തു നിന്നുള്ള ദർശനത്തിനും ഓരോ പേരുകളുണ്ട്. ഓരോ ദർശനത്തിൽ നിന്നും ഭക്തർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ഓരോന്നായിരിക്കും. ഏകമുനിക്കൽ കൂമ്പുമുഖ ദർശനം, തേജോമുഖ ദർശനം, ഇരുപഞ്ചമുഖ ദർശനം, ഏകമുഖലിംഗ ദർശനം, ദ്വിതമുഖലിംഗ ദർശനം, പൃഥ്വിബംഗാരമുഖ ദർശനം, മിത്രചാരു ദർശനം, ചതുർമുഖ ദർശനം, ശിവശക്തി ദർശനം, സോമസ്കന്ധ ദർശനം, ശിവയോഗിമുഖ ദർശനം, ലാവണ്യശുഗമുനി ദർശനം, കണ്ഠനീരമുഖ ദർശനം, ജന്മസാഫല്യമുഖ ദർശനം, ദശമുഖ ദർശനം, ഐക്യസ്വരൂപ ദർശനം, പഞ്ചമുഖ ദർശനം, കോനലിംഗമുഖ ദർശനം, അരുണാചല മായക്കുഴി ദർശനം എന്നിവയാണവ. ഇതിനെക്കുറിച്ച് വിശദമായി അറിഞ്ഞു വേണം ഗിരിവലം പൂർത്തിയാക്കുവാൻ. അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വിശദമായ ഗിരിവല വീഡിയോ നിങ്ങളെ സഹായിക്കും. ഗിരിവലപാതയിൽ സാക്ഷാൽ ബ്രഹ്മാവ് നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ആദി അണ്ണാമല ക്ഷേത്രത്തിൽ നിന്ന്
അരുണാചല പർവ്വതത്തിലേക്ക് നോക്കിയാൽ നന്ദിമുഖവും, ഇടുക്കുപിള്ളയാർ എന്ന പുരാതന ഗണപതി മണ്ഡപത്തിൽ നിന്ന് നോക്കിയാൽ പർവ്വതത്തിൽ ഗണപതി മുഖവും കാണാൻ കഴിയുന്നത് അത്ഭുതകരം തന്നെയാണ്. ഈ നവംബർ 26 തിരുവണ്ണാമല കാർത്തിക ദീപമാണ്. വലിയ തിരക്കുള്ള തീർത്ഥാടന കാലമാണ്. ആ സമയത്ത് അവിടെ പോകാൻ കഴിയുന്നത് ജന്മസാഫല്യം. കാർത്തിക ദീപനാളിൽ ഈ മലയുടെ മുകളിൽ വലിയ ശബരിമലയിലെ ആഴി പോലെ അഗ്നികുണ്ഡം കാണാം. ഗിരിവലം നടക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നും ആ അഗ്നി ദർശിക്കാൻ കഴിയും. അത് ദർശിച്ച് പ്രാർത്ഥന നടത്താൻ കഴിയുന്നത് മഹാഭാഗ്യം തന്നെയാണ്. ക്ഷേത്രത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കേരളത്തിൽ നിന്ന് ട്രെയിൻ മാർഗം റിസർവേഷൻ എടുത്ത് വില്ലുപുരം ജംഗ്ഷൻ വരെയും അവിടെ നിന്ന് തിരുവണ്ണാമല റെയിൽവേ സ്റ്റേഷനിലേക്ക് 40 കിലോമീറ്റർ ദൂരം ലോക്കൽ ട്രെയിനിൽ പോകുന്നതുമാണ് നല്ലത്. 40 രൂപ മാത്രമാണ് സെക്കൻഡ് ക്ലാസ് യാത്രയ്ക്ക് അവിടെ ഈടാക്കുന്നത്. തിരുവണ്ണാമല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. വിമാനമാർഗമാണ് വരുന്നതെങ്കിൽ ചെന്നൈ എയർപോർട്ടാണ് ക്ഷേത്രത്തിന് അടുത്തുള്ളത്. അവിടെ നിന്ന് ഏതാണ്ട് 170 കിലോമീറ്റർ ദൂരമുണ്ട് തിരുവണ്ണാമലയിലേക്ക്. ക്ഷേത്രത്തിനടുത്ത് തന്നെ താമസിക്കാൻ കഴിയുന്ന അനേകം ഹോട്ടലുകളുണ്ട്. നവംബർ ഡിസംബർ മാസങ്ങളിൽ വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുക. കാരണം ഉത്സവകാലമാണ്. സീസൺ അല്ലാത്ത സമയത്ത് 1200 രൂപ മുതൽ 1500 രൂപ വരെയാണ് റൂമുകളുടെ ദിവസവാടക. ഞങ്ങൾ താമസിച്ചത് ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരനടയിലുള്ള സർവേശ ലോഡ്ജിലാണ്. സ്വാത്തിക് എന്ന രുചികരമായ വെജിറ്റേറിയൻ ഭക്ഷണം കൂടി നൽകുന്ന ഇവിടുത്തെ സ്റ്റാഫുകളുടെ ആതിഥ്യമര്യാദ അനുകരണീയമാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ വൈകിട്ട് 6:30 ശേഷം ട്രെയിൻ, പിന്നീട് രാവിലെ മാത്രമേ ഉള്ളൂ എന്നത് ശ്രദ്ധിക്കണം. പിന്നീട് ദുർഘടമായ ബസ് യാത്ര മാത്രമാണ് ശരണം.